ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ആൻഡ് അതിന് നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് യൂണിവേഴ്സിന്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പേജ് ഓഫ് പെനിക്കിൾസ് ഉണ്ട്, Four of Wands, Page of Swords ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു തീരുമാനം എടുക്കുന്ന സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷൻ, അതിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ തയ്യാറാണിപ്പോൾ. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്. അതിനുവേണ്ടി നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ട ഒരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. യെസ്, എനിക്ക് ഇന്ന കാര്യം തന്നെ വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ഓക്കെ, ബട്ട് അതിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വേണ്ട ആക്ഷൻ കൂടി എടുക്കാൻ തയ്യാറാവുകയാണ്. ഓക്കെ, ഇവിടെ ആദ്യം നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള തുടക്കം, അതിനുവേണ്ടി എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനും ഓക്കെ എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം. ഓക്കെ, അതിനുവേണ്ടി എല്ലാവരോടും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു കാര്യത്തിൽ, ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ഓക്കെ ഉറച്ചു നിൽക്കുകയാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യത്തിനെ നിങ്ങൾ ചൂസ് ചെയ്ത് ഇവിടെ ആക്ഷൻ കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ കൂടി നിങ്ങളുടെ മൈൻഡിലെ ക്ലാരിറ്റി വരുത്താണ് നിങ്ങൾ. ഓക്കെ, ക്ലാരിറ്റി കിട്ടുന്ന പോലെയാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറി ഓക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്തിനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ വരുന്ന കാര്യമായിരിക്കാം. ജോലിയുടെ ഓഫറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം എന്ന് തീരുമാനിക്കുകയായിരിക്കും. അതെടുക്കണോ വേണ്ടേ, ആ ഓഫർ നല്ലതാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് ഐ തിങ്ക് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ചിലപ്പോൾ മണി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മണി ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, ഓക്കെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും മെസ്സേജിൻ്റെ കാര്യങ്ങളാവാം. ഓക്കെ, എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ കാര്യങ്ങളാവാം. എന്തായാലും നിങ്ങളൊരു കാര്യത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. തുടക്കം അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ട നമ്മൾ എഫേർട്ട് ഇടാനും കാര്യങ്ങളും തുടങ്ങുകയാണ്. ഓക്കെ, അതിന് ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇടയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ശരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഓക്കെ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ റിസൾട്ട് ഓക്കെ സ്റ്റെബിലിറ്റിയാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയാണ്, സക്സസ് ആണ്. ഓക്കെ, അതുപോലെ ഇത് നമ്മൾ മാരേജ് കാർഡാണ്. സോ നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ വരുന്ന കാര്യം, ലൈക്ക് ഒരു മാരേജ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മാരേജ് ഓഫർ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ആലോചന തീരുമാനമായിരിക്കാം. എന്നിട്ട് ഓക്കെ എനിക്ക് ഈ പേഴ്സണിനെ തന്നെ വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഓഫർ കൊടുക്കാൻ തയ്യാറാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ഓഫർ ആണെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, മാരേജ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, അല്ലാത്തവർക്ക് ജോലി കരിയർ അങ്ങനത്തെ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജോലി ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് വേണോ എന്ന് ചൂസ് ചെയ്ത് ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെയാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടും എന്നാണ് പറയുക. ലൈഫിൽ സ്റ്റെബിലിറ്റി വരും. നിങ്ങളുടെ വീട്, ഫാമിലി ഒക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു എന്താ പറയുക സ്റ്റെബിലിറ്റിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അത് ബിക്കോസ് എന്താണ്, നല്ലൊരു ജോലിയാണ് നിങ്ങൾ ചൂസ് ചെയ്ത ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ഫാമിലിക്കൊക്കെ നല്ലതാണെന്ന് പറയാം. ഇതൊരു വീട് കെട്ടുന്ന പോലെ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും വീട് കെട്ടാൻ അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും തട്ടിപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് സാധിക്കും. ചിലവർക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയും പറയും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറാവുന്നതായിരിക്കാം. ഓക്കെ, അതിലും ഇത് ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതും ഇതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാവാം. ഓക്കെ, മാരേജിൻ്റെ കാര്യമാവാം, വീടിൻ്റെ കാര്യമാവാം, ജോലിയുടെ കാര്യമാവാം, ഓഫീസ് എന്ന രീതിക്ക് എടുക്കാം. സോ അങ്ങനത്തെ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് പറയുന്നത്. അത് അത്ര എളുപ്പം വന്നതല്ല. ഐ തിങ്ക് നിങ്ങൾ അതിന് വേണ്ടി കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം അതിന് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ
ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്ത. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങളത് റെഡിയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ കരിയർ സ്റ്റെബിലിറ്റി എന്ന് പറയാം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം, ഫാമിലി സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഫാമിലി നല്ല രീതിയിൽ പോകുന്നു, ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ പോകുന്നു, മാരേജ് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സോ ഐ തിങ്ക് മേ ബി ഇന്നത്തെ എനർജിയിൽ എനിക്ക് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്ത് തുടങ്ങുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ ആർക്കെങ്കിലും ഓഫർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ വരാം, ജോലിയുടെ ഓഫർ വരാം, നിങ്ങൾ ലൈക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായാലും എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു തീരുമാനം എടുത്ത് നിങ്ങളൊന്ന് മുന്നോട്ട് പോകുന്നതായിട്ടാണ്. ആൻഡ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു നല്ലൊരു പോസിറ്റീവ് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് മെസ്സേജസ്, ഒറാക്കിൾ മെസ്സേജസ് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത്? ഓക്കെ, പ്ലീസ് പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസത്തേക്കില്ല. ഡിസംബർ 25 കഴിഞ്ഞിട്ട് അപ്രോച്ച് ചെയ്താൽ മതി എന്നെ. അത് കഴിഞ്ഞിട്ട് ജനുവരി ഫസ്റ്റ് വീക്കിലേക്ക് ശേഷമേ ഞാൻ റീഡിങ്സ് കൊടുക്കുള്ളൂ. ഓക്കെ, ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആക്ച്വലി ഞാൻ ഉള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്തൊക്കെ തീർക്കാനുണ്ട്. സോ ഒന്ന് ഫിനിഷാക്കി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോറി. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് ഈ ഇന്നത്തെ എനർജി. ഓക്കെ, ബാഡ് സ്പിരിറ്റ്, ഗ്രാസ് ഹോപ്പർ, ഗുഡ്, ടേർട്ടിൽ, ഓക്കെ, ആൻഡ് ഓക്കെ, ടൈം ടു കൊളാബറേറ്റ്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത് പറയുന്നുണ്ട് ബി ബോൾഡ് ആൻഡ് ഫിയർലെസ് ആൻഡ് ബോൾഡ്. ബി ഫിയർലെസ് ആൻഡ് ബോൾഡ്. നമ്മുടെ ഏസ് ഓഫ് സോർട്സ് നമ്മൾ കണ്ടില്ലേ, സോറി പേജ് ഓഫ് സോർട്സ് കണ്ടില്ലേ. നമ്മൾ കാര്യങ്ങൾ നല്ല ബോൾഡായിട്ട് കാര്യങ്ങളെ തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ്. ഓക്കെ, ഈ പേജ് ഓഫ് സോർട്സ് അതായിരുന്നു പറഞ്ഞത് ഇവിടെ. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതാണ്. നിങ്ങൾ വളരെ ധൈര്യത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായി. ആക്ച്വലി അത് തന്നെയാണ് വേണ്ടതും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. ആൻഡ് ഇവിടെ ബാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കടവാൽ അല്ലേ. റീബർത്ത് ഇസ് അഷ്വേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു റീബർത്ത് കാണും. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു റിന്യൂവൽ എക്സ്പെക്ട് ചെയ്യാം. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, നിങ്ങൾക്ക് ഓഫർ തരും, കമ്മിറ്റ്മെൻറ്റ് തരും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ജോലി അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിലും ഒക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി. ഓക്കെ, ആക്ച്വലി മാറ്റത്തിൻ്റെ കാര്യമാണ്. 5 ആണ് ഇവിടെ. നമ്പർ 5 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ്. ഓക്കെ, ചേഞ്ച് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു. പക്ഷെ അത് വരുമ്പോൾ നിങ്ങൾ ആ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോഴാണ് ആ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അതെല്ലാം കണക്റ്റഡ് ആണ് നമുക്ക്. ഞാനിവിടെ ഗ്രാസ് ഹോപ്പർ സ്പിരിറ്റ് ഉണ്ട്. ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. യെസ്, നിങ്ങളൊരു ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്, പക്ഷേ കുറച്ചൊരു ധൈര്യം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവും, ഒരു ഫെയ്ത്ത് വെച്ച് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, റിസ്ക് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, പക്ഷേ ഐ തിങ്ക് നിങ്ങൾ അത് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ആൻഡ് അതിൽ നല്ല റിസൾട്ട് വരും, നിങ്ങൾക്ക് പേടിക്കേണ്ട. ഓക്കെ, ആക്ച്വലി ഇത് നമ്പേഴ്സ് ഞാനിപ്പോൾ ശ്രദ്ധിച്ച്, ഇത് 30 ആണ്, പക്ഷെ 3 ആണ്. ആൻഡ് ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ ഇത് 1 ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ടൈം ടു കൊളാബറേറ്റ്. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ചിലപ്പോൾ പാർട്ട്ണർഷിപ്സ്, ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെ കാര്യമായിരിക്കാം, ഈവൻ ഫാമിലി റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളാവുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം പോലെയാണ് അത്. ഈവൻ മാരേജ് ആയാലും അത് രണ്ടുപേരും പാർട്ട്ണർഷിപ്പാണ് അല്ലേ. സോ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ആൻഡ് ഇത് 1 ഇസ് ന്യൂ ബിഗിനിങ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് അതനുസരിച്ച് നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ആയി വരും, പുതിയ തുടക്കം പോലെ ഫീൽ ചെയ്യും. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ആമയെ പോലെ മെല്ലെ പോയാൽ മതി, പക്ഷെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വൈസ് ഉണ്ട് ഇവിടെ. നമ്പർ 62 ആണ്. സോ 8 ആവാം, 62 ആവാം. ആൻഡ് ഇവിടെ ജസ്റ്റ് വെറുതെ എടുത്തു വെച്ച സ്ഥിതിക്ക് യു ആർ നെവർ അലോൺ. ആൻഡ് 42 ആണ് നമ്പർ. സോ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3, 4, 5, 6 വന്നു. ഓക്കെ, 1 ഇവിടെ ഉണ്ടായിരുന്നു, 8 ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ട്. ആൻഡ് നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് സപ്പോർട്ടും വേണ്ടതുണ്ടാവും എപ്പോഴും. ഓക്കെ, സോ ടെൻഷൻ വേണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് ഫിയർലെസ് ആവണം അല്ലേ. പേടിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ആൻഡ് നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റീബർത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റീസ്റ്റാർട്ട്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച്, നല്ല കാര്യങ്ങൾ തുടങ്ങാം, അങ്ങനെ വരും. ഓക്കെ, സോ
തനിച്ച് ചെയ്യേണ്ട, അതാ പറഞ്ഞത്, തനിച്ച് ചെയ്യേണ്ട, നിങ്ങൾ തനിച്ചല്ല. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പാർട്ട്ണർ ആയാലും ശരി, ലൈഫ് പാർട്ട്ണർ ആയാലും ശരി, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.